Hello, welcome to my channel Plus Over Minus. I'm Chandini. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡേയ്സ് മാത്രം തന്നിട്ടുള്ള കേസ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള കേസ് ഉണ്ടല്ലോ, എ ക്യാൻ ഡു ദിസ് വർക്ക്, ബി ക്യാൻ ഡു ദിസ് വർക്ക്, എയും ബിയും കൂടെ എത്ര ചെയ്യും, അല്ലെങ്കിൽ എയും ബിയും സിയും കൂടെ എത്ര ചെയ്യും, അങ്ങനെ ഓരോ വ്യക്തികളെ മാത്രം തരുന്ന കേസിൽ മാത്രം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അല്ലെ? ആ ഒരു ടാബ്ലർ കോളൊക്കെ വരച്ച് അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാം. അതായത് ഒരു പല ടീമായിട്ട്, ഒരു ടീമിൽ ഇത്ര മെന്നുണ്ട്, ഇത്ര ആണുങ്ങളുണ്ട്, ഇത്ര പെണ്ണുങ്ങളുണ്ട്, അവര് ഇത്ര ദിവസം ഇത്ര മണിക്കൂർ വെച്ചിട്ട് ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ടേംസ് വന്നു അല്ലേ? എഫിഷ്യൻസി വന്നു, നമ്പർ ഓഫ് പേഴ്സൺസ് എത്ര പേരുണ്ട് എന്നുള്ളത് വന്നു, അവരെത്ര ദിവസം വർക്ക് ചെയ്യുന്നു, ഡേയ്സ് വന്നു, എത്ര ടൈം, എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വന്നു, അവരെത്ര വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു വർക്ക് ആയിരിക്കില്ല, ഒരു 1/3 അല്ലെങ്കിൽ 1/10, ഒരു 10 വർക്കായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ എത്ര വർക്ക്, അങ്ങനെ ഒരുപാട് ടേംസ് വന്നു. ഇങ്ങനെ ടേംസ് വരുന്ന കേസിൽ നമ്മൾ ഈ ബേസിക് കൺസെപ്റ്റിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണം. സെയിം ഐഡിയ തന്നെ, പക്ഷെ അങ്ങനത്തെ അത്രയും ഒരുപാട് ടേംസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ടാബുലർ കോളൊക്കെ വരച്ച് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിപ്പോകും. അപ്പോൾ ആ ടാബുലർ കോളം വരച്ച് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള എ ബി സി അങ്ങനെ ഇത്ര പേഴ്സൺ, ഓരോ പേഴ്സൻ്റെയും കേസ് സെപ്പറേറ്റ് പറയുന്ന കേസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഒരു കൂട്ടം വ്യക്തികൾ ഇത്ര വർക്ക് ചെയ്യുന്നു, 15 പേര്, 15 ആണുങ്ങൾ, 15 men ഡു ദിസ് വർക്ക്, ഓർ 17 women ഡു ദിസ് വർക്ക്, അങ്ങനെ തന്നിട്ടുള്ള കേസിലൊന്നും നമുക്ക് ആ ഒരു ടാബ്ലർ കോളം ആപ്ലിക്കബിൾ അല്ല, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ബേസിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ഇക്വേഷനെ ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യണം. നോക്കൂ, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ഒരു ബേസിക് കോൺസെപ്റ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ അല്ലേ? എന്തായിരുന്നു? വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസിയുടെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് ആണ്. അതായത് W is equal to E into T, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ടാബുലർ കോളം വരച്ചാണ് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓർമ്മയുണ്ടോ എന്ന് അറിയണമല്ലോ. നോക്കൂ, ഈ പ്രോബ്ലം ഒന്ന് ചെയ്തേ. A can do a piece of work in 5 days and B can do it in 6 days. How long will they take if both work together? A ഒരു വർക്ക് 5 ദിവസം കൊണ്ടും B അതേ വർക്ക് 6 ദിവസം കൊണ്ടും ചെയ്യുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? അതാണ് ചോദ്യം. അപ്പോൾ കാണേണ്ടത് നമുക്ക് രണ്ടുപേരും കൂടെ എടുക്കുന്ന ദിവസം, ടൈം. അപ്പോൾ അതിന് നമ്മൾ ടാബുലർ കോളം വരയ്ക്കാൻ പോവുകയാണ്. A, B, both. ടൈം, എഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ ഇനി ടോട്ടൽ വർക്ക് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നോക്കൂ, നമുക്ക് ചെയ്യല്ലേ? തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ആദ്യം ടാബുലേറ്റ് ചെയ്യുന്നു. എ എത്ര ദിവസമാണ് തന്നിട്ടുണ്ട്? 5 days. ബി എത്ര ദിവസമാണ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്? 6 days. എയും ബിയും കൂടെ എത്ര ദിവസമാണ് എടുക്കുന്നത്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഇതിന്ന് എങ്ങനെ ബാക്കിയുള്ള ഡാറ്റ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. നോക്കൂ, ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് എന്ത് കാണാം? ടോട്ടൽ വർക്ക് കാണാം. എങ്ങനെയാ? ടൈമിന്റെ ടൈം ടേംസിന്റെ LCM, 5ന്റെ 6ന്റെ LCM എത്രയാ? 30. ടോട്ടൽ വർക്ക് എന്നുള്ള ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് എയുടെ എഫിഷ്യൻസി കാണാലോ. വർക്കും കിട്ടി, ടൈമും കിട്ടി. എഫിഷ്യൻസി എന്താ? വർക്ക് ബൈ ടൈം. അപ്പോൾ 6 എന്ന് കിട്ടി. അതേപോലെ ബിയുടെ എന്താണ്? വർക്ക് ബൈ ടൈം 30/6 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടി. എയുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞു, ബിയുടെ എഫിഷ്യൻസിയും കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് എന്ത് കിട്ടി? എയുടെയും ബിയും കൂടെ എഫിഷ്യൻസി എന്താ? 6, 5, 11. എ 6 എഫിഷ്യൻസി വെച്ച്, ബി 5 എഫിഷ്യൻസി വെച്ച് അല്ലേ? അപ്പോൾ എയുടെയും ബിയുടെയും എഫിഷ്യൻസി കിട്ടി, അവർ ചെയ്യുന്ന വർക്കും കിട്ടി. ഇതിന്ന് നമുക്ക് അവരുടെ ദിവസം, അവർ ഇത്ര എഫിഷ്യൻസി വെച്ച് ഇത്രയും വർക്ക്, അതായത് 11 എഫിഷ്യൻസി വെച്ച് 30 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? എന്താ? ടൈം, അല്ലെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി, 30/11. ഓക്കെ, ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടി?
2 ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോക്കൂ, 2 8/11 അല്ലെ, 2 11 22 8 30/11. അപ്പൊ ആൻസർ കിട്ടിയോ? എന്ത് കിട്ടി? 30/11 ഡേയ്സ് എടുക്കും, അല്ലെങ്കിൽ 2 ദിവസം 11 ദിവസം. അതായത് 2 8/11 ഡേയ്സ് എടുക്കും അവർക്ക് ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് തറയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ തന്നെ വേറൊരു ടൈപ്പും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇത് ലാസ്റ്റ് വൺ ആണ്. നോക്കൂ, ഇവിടെ A and B can do a piece of work in 6 days and A alone can do it in 9 days. In how many days can B alone do it? എയും ബിയും കൂടെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 6 ദിവസം എടുക്കും. എ ഒറ്റയ്ക്കാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 9 ദിവസം എടുക്കും. അപ്പൊ ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റയെ ടാബ്ലേറ്റ് ചെയ്യുന്നു. ഈ കേസിൽ നമുക്ക് എന്ത് തന്നിട്ടുള്ളൂ? ഡേയ്സ്, ഓരോ പേഴ്സന്റെയും ഡേയ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കൂ, നമ്മൾ ആദ്യം എ ബി ബോത്ത് ടൈം എഫിഷ്യൻസി നമ്മൾ ഡാറ്റയെ ടാബുലേറ്റ് ചെയ്യാം. എയുടെ ടൈം തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാ? 9. ബിയുടെ തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് നമുക്ക് കാണേണ്ടത്. എയുടെയും ബിയുടെയും തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാ? 6 days. ഡാറ്റയെ നമ്മൾ ടാബുലേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എന്താണ്? ടൈമിന്റെ LCM. 9ന്റെ 6ന്റെ LCM എത്രയാ? 18. അപ്പൊ നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞു, ടൈം ടേമും കിട്ടിക്കഴിഞ്ഞു. ഇതിന്ന് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാലോ. എയുടെ എഫിഷ്യൻസി എന്താ? 18/9, ദാറ്റ് ഈസ് 2. ബിയുടെ എഫിഷ്യൻസി നമുക്കറിയില്ല. എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി എത്രയാ? അവർ ചെയ്യുന്ന വർക്ക് 18, എടുക്കുന്ന ടൈം 6 ദിവസം. അപ്പൊ അവരുടെ എഫിഷ്യൻസി 3, 18/6. അപ്പൊ എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി 3 ആണ്. അതിൽ എയുടെ എഫിഷ്യൻസി 2 ആണ്. അപ്പൊ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 1. 2 1 കൂട്ടിയതാണല്ലോ 3. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് അവർ ബി ചെയ്യുന്ന വർക്ക് എത്രയാ? 18 വർക്ക്. 18 വർക്ക് ഒരു എഫിഷ്യൻസി വെച്ചിട്ട് എത്ര ദിവസം അവരെടുക്കും? ഒരു ദിവസം അവർ ഒരു വർക്കാണ് ചെയ്യണമെന്നാണല്ലോ ഒരു എഫിഷ്യൻസിയുടെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 18. അതായത് വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടൈം. വർക്ക് എത്രയാ? 18. എഫിഷ്യൻസി എത്രയാ? 1. That is 18 itself. അപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 18 തന്നെ. വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് ബൈ എഫിഷ്യൻസി കിട്ടിയല്ലോ. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ഇനി മൂവ് ചെയ്യാണ്. നോക്കൂ, ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നോക്കിക്കേ, നമ്മൾ ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇനി ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഇങ്ങനെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെന്താന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നോക്കൂ, ഇ എന്ന് പറഞ്ഞ ടേം എഫിഷ്യൻസി, എം എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പേഴ്സൺസ്, എച്ച് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് അവേഴ്സ്, ഡി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സ്, ഡബ്ല്യു എന്ന് പറഞ്ഞ ടേം വർക്ക് അവർ എത്ര ചെയ്യുന്നു എന്നുള്ളത്. ഇതാണ് ആ ടേംസ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. നമ്മൾ എന്ത് പറഞ്ഞു? വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇതിനെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ പ്രോബ്ലം വരുമ്പോൾ ഇതിനെന്താവും? ഒരു ടീമിന്റെ വർക്ക്, ഒരു ടീമിന്റെ എഫിഷ്യൻസി, ഒരു ടീമിന്റെ ടൈം, രണ്ടാമത്തെ ടീം ചെയ്യുന്ന വർക്ക്, അവരുടെ എഫിഷ്യൻസി, അവരെടുക്കുന്ന ടൈം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ആ ഒരു കേസിലാണ് നമ്മളിത്
ഈ ഒരു ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഓരോ സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ അവർ കൂടിച്ചേർന്നൊക്കെ വരുന്ന കേസിൽ എ ബി സി ആ ഒരു ടാഗ് കാണുമ്പോൾ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ബോത്ത് എ ബി സി ബോത്ത് എ ബി ആൻഡ് ബോത്ത് ഓഫ് ദം അല്ലെങ്കിൽ ഓൾ ഓഫ് ദം എ ബി സി ടുഗദർ എന്നൊക്കെ പറയുമ്പോഴ കേസിലാണ് നമ്മൾ ആ ടാബ്ലറ്റ് കോളം വെച്ച് ചെയ്യുക. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് പ്രോബ്ലം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരു 15 മെൻ അല്ലെങ്കിൽ 17 വുമൻ 15 men or 17 women can do 1/3 of a work in 8 days working 8 hours a day അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതായത് അവിടെ ഇത്ര മണിക്കൂർ അവർ വർക്ക് ചെയ്തു, ഇത്ര പേഴ്സൺസ്, ഇത്ര വ്യക്തികളെ, ഒരു കൂട്ടം വ്യക്തികളെ ഇത്ര ഡേയ്സ് ഇത്ര മണിക്കൂർ വെച്ചിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു 1/10 ഓഫ് എ വർക്കാണ്. അങ്ങനെയൊക്കെ, അതായത് അവിടെ വർക്ക് ടേം വരുന്നുണ്ട്, എഫിഷ്യൻസി ടേം വരുന്നുണ്ട്, നമ്പർ ഓഫ് പേഴ്സൺ വരുന്നുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് വരുന്നുണ്ട്, നമ്പർ ഓഫ് അവേഴ്സ് വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഡാറ്റാസ് നമുക്ക് തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യും. അപ്പൊ നമ്മൾ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ ടൈമിനെ വർക്കും എഫിഷ്യൻസി ടൈമും ഈ ഒരു ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതാണ്. അതെങ്ങനെയാ അറിയോ? ഈ എഫിഷ്യൻസി ടേമിനെ നമ്മൾ മോഡിഫൈ ചെയ്തതാണ് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് പേഴ്സൺസ്, ഇ ഇൻറ്റു എം. ഇതിനെ നമ്മൾ അങ്ങനെ മാറ്റി എഴുതി. കാരണം എന്താ, ഇവിടെ ഒരു വ്യക്തിയല്ല ക്വസ്റ്റ്യനിൽ ഒരു ടീമിൽ തരിക, ഇത്ര പേഴ്സൺ ആണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു എഫിഷ്യൻസി വെച്ചിട്ട് ആ ടീമിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 15 പേരുള്ള ടീമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾക്ക് ഒരു എഫിഷ്യൻസി, അത് വെച്ചിട്ട് എത്ര പേരുണ്ട്? 15 പേരുണ്ട്. അപ്പോൾ 15 പേരുടെ എഫിഷ്യൻസി ആണല്ലോ ടോട്ടൽ എഫിഷ്യൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് എഫിഷ്യൻസി എന്നുള്ള ടേം എന്തായിട്ട് മാറി? എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് പേഴ്സൺ ആയിട്ട് മാറി. അതേപോലെ തന്നെ ടൈം എന്നുള്ള ടേം എന്തായിട്ട് മാറി? നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ്. നമുക്ക് നേരത്തെ പറഞ്ഞ കേസിലൊക്കെ ഒന്നുകിൽ നമ്പർ ഓഫ് അവേഴ്സ് മാത്രം, ഇത്ര മണിക്കൂർ മാത്രമാണ് തന്നിരുന്നത്, അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് മാത്രമാണ് തന്നിരുന്നത്, രണ്ടും കൂടെ തന്നിട്ടില്ല അല്ലെ. അപ്പൊ ആ രണ്ടും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി. അപ്പൊ അതിന് നമ്മൾ ഇപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് അവർ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു 10 ദിവസം അവർ വർക്ക് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആകെ ടോട്ടൽ എത്ര ഉണ്ട്? 8 × 10, അത്രയും ടൈം അവർ എടുക്കുന്നുണ്ട് അല്ലെ. ഒരു ദിവസം 10 മണിക്കൂർ വെച്ചിട്ട് 8 ദിവസം എന്ന് പറയുമ്പോൾ 80 മണിക്കൂർ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈം എന്തായിട്ട് മാറി? നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ്. മനസ്സിലായോ? ഈ W എന്ന് പറഞ്ഞ ടേം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെടുക്കുന്ന വർക്ക്. അപ്പൊ അവർ ചിലപ്പോൾ ഇത്രയും പേര് ചെയ്തിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു 1/20 വർക്കായിരിക്കും അല്ലെ. ഒരു 20-ൽ1 വർക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടീമിൽ എത്ര പേര് ഇതേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. നമുക്ക് നോക്കാം ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ, നമ്മൾ ഒരു ടീമിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഒന്നാമത്തെ ടീമിനെ ഇപ്പൊ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഒന്നാമത്തെ ടീമിന്റെ വർക്ക് W1 = E1 T1. രണ്ടാമത്തെ ടീമിന്റെ വർക്ക് W2 = E2 T2. ഇതിനെ നമ്മൾ രണ്ട് ഇക്വേഷനൂടെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വന്നു? W1/W2 = E1 T1 / E2 T2 അല്ലേ. ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ E1 T1 ഒന്നാമത്തെ ടീമിനൊക്കെ ഒരു സൈഡിലേക്ക് W1 = E2 T2 / W2. കണ്ടോ? ഒന്നാമത്തെ ടീമിനൊക്കെ ഒരു സൈഡിലും, ഒന്നാമത്തെ ടീമിനൊക്കെ നമ്മൾ ഒരു സൈഡിലും, രണ്ടാമത്തെ ടീമിനൊക്കെ മറ്റേ സൈഡിലായിട്ട് റീഅറേഞ്ച് ചെയ്തു. ഈ ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തതാണ് ഇത്. നോക്കൂ, ഈ ഒരു ഇക്വേഷനെ മാറ്റിയതാണിത്, ഈ ഒരു ഇക്വേഷനെ മാറ്റിയതാണിത്. നമുക്ക് എങ്ങനെയാ? എഫിഷ്യൻസി എന്നുള്ള ടേം എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് പേഴ്സൺ ആയി, ടൈം എന്നുള്ള ടേം നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ആയിട്ട് മാറി.
ഇതിലും അതേപോലെ തന്നെ രണ്ടാമത്തെ ടീമിന്റെ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് പേഴ്സൺ ആയി, ടൈം നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ആയി, W സെയിം തന്നെ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. നോക്കൂ, 16 men can do a piece of work in 10 days. How many men are needed to complete the work in 40 days? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 16 men. ഇവിടെ എഫിഷ്യൻസി തന്നിട്ടില്ല, നമ്പർ ഓഫ് പേഴ്സൺ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ടീമിന്റെ നമ്പർ ഓഫ് പേഴ്സൺ അതായത് M1 തന്നിട്ടുണ്ട്, അവരുടെ ഡേയ്സ് Day1 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ നമുക്ക് കാണേണ്ടത് ഹൗ മെനി മെൻ. അപ്പോൾ M2 ആണ് കാണേണ്ടത്. അവരുടെ ടീമിന്റെ ആ ഒരു ടീമിന്റെ ഡാറ്റ എന്താ തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ഡേയ്സ് D2 40 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്താണ് ഇവിടുത്തെ ഇക്വേഷൻ എന്താ? M1 ഇൻറ്റു G1 ഈക്വൽ ടു M2 ഇൻറ്റു D2 അല്ലേ? ഈ കേസിൽ ബാക്കി നമ്പർ ഓഫ് അവേഴ്സ് തന്നിട്ടില്ല, എഫിഷ്യൻസി തന്നിട്ടില്ല, അവർ ചെയ്യുന്ന വർക്ക് എത്രയാണെന്നുള്ളതും തന്നിട്ടില്ല. ഈ ഒരു ടേംസ് അതായത് നമ്പർ ഓഫ് പേഴ്സൺ നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിനുള്ളൂ. അപ്പൊ ഇതിൽ M1 തന്നിട്ടുണ്ട് 60 ഇൻറ്റു D1 തന്നിട്ടുണ്ട് 10 ഈക്വൽ ടു M2 തന്നിട്ടുണ്ടോ? ഇല്ല. M2 ഇൻറ്റു D2 എത്രയാ? 40. രണ്ടാമത്തെ ടീമിന്റെ ഡേയ്സ്. ഇതിന് M2 കാണാലോ. M2 ഈക്വൽ ടു 16 into 10 divided by 40. 10 പോയി, 16 4 തവണ. അപ്പൊ എന്താണ്? എത്ര പേഴ്സൺ വേണ്ടി വരും? അതായത് 16 പേര് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 40 ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എത്ര പേരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. എത്ര? 4. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് 16 പേര് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്, ഒരാളുടെ 10 ദിവസത്തെ വർക്ക്, അതേപോലെ 16 പേരുടെ 10 ദിവസത്തെ വർക്ക് എന്താ? 160 ആയിരിക്കും. അതേപോലെ 40 ദിവസം എടുത്തിട്ട് അതേ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര പേര് വേണം? അതാണ് ചോദ്യം. അതായത് ഇപ്പൊ നമ്മൾ കണ്ട ഈ 160 വർക്ക് അവര് 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ 16 പേരുടെ 10 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 എന്തോ ഒരു വർക്ക് അല്ലേ? ആ 160 വർക്ക് അവര് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു? 40 ദിവസം കൊണ്ട്. അപ്പൊ അതിൽ എത്ര പേരായിരിക്കും? 160 by 40, 4 പേര്. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. അത് നമ്മൾ ഇക്വേഷൻ വൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കൂ. 40 men can cut 60 trees in 8 hours. If 8 men leave the job, how many trees will be cut in 12 hours? എന്താ ചോദ്യം? 40 മനുഷ്യന്മാര് 8 മണിക്കൂർ കൊണ്ട് 60 മരങ്ങൾ വെട്ടിമുറിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ അതിൽ 8 പേര് പോയി. അപ്പോ 12 മണിക്കൂറില് ബാക്കിയുള്ളവര് എത്ര മരങ്ങളായിരിക്കും മുറിക്കുന്നുണ്ടാവുക? അതാണ് ചോദ്യം. 8 പേര് പോയി കഴിഞ്ഞാല് ബാക്കിയുള്ളവര് 12 മണിക്കൂറില് എത്ര മരങ്ങൾ മുറിക്കും? അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. എന്തൊക്കെ തന്നിരിക്കണേ ഒന്ന് പറഞ്ഞേ. നോക്കിക്കേ. നമ്പർ ഓഫ് മെൻ, ഫസ്റ്റ് കേസിലെ നമ്പർ ഓഫ് മെൻ M1 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് അവേഴ്സ് H1 തന്നിട്ടുണ്ട്. ഇനി 60 ട്രീസ് അവര് 8 അവേഴ്സിൽ കട്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കണേ. ഇത് തന്നിരിക്കുന്നത് അപ്പൊ എന്താ? അവർ ചെയ്യുന്ന വർക്കാണ് അല്ലെ? ഇത് വർക്ക് ടേം ആണ്. അവർ ഇത്ര മണിക്കൂറിൽ ഇത്രയും പേഴ്സൺസ് എന്ത് വർക്കാ ചെയ്യുന്നത്? 60 മരങ്ങൾ വെട്ടിമുറിക്കുന്നു. അതാണ് അവരുടെ വർക്കാണ്. അപ്പൊ ഇത് എന്താണ്? വർക്ക് ടേം ആണ്, അതായത് W1. നെക്സ്റ്റ് ടീം, രണ്ടാമത്തെ കേസിൽ എന്താ തന്നിരിക്കുന്നത്? 8 men leave, 8 പേര് പോകുന്നു. അതിന്റെ അർത്ഥം എന്താ? 40 പേരുണ്ടായിരുന്നു, അതിൽ 8 പേര് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര പേരായിരിക്കും? അപ്പൊ 32 men. അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺസ്
തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്. അവർ ചെയ്യുന്ന വർക്കാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ട്രീസ് വിൽ ബി കട്ട്, എത്ര മരങ്ങളായിരിക്കും അവർ വെട്ടുക. 8 പേര് പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എത്ര മണിക്കൂർ വെച്ചിട്ടാ? 12 മണിക്കൂർ, അതായത് അവർ ടേം തന്നിട്ടുണ്ട്. 12 മണിക്കൂർ. H2 എന്നുള്ള ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് എന്ത് കാണണം? നമ്മൾ W2 എന്നുള്ള ടേം കാണണം. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റ തന്നിരിക്കണേ? നമ്പർ ഓഫ് പേഴ്സൺസ് M, നമ്പർ ഓഫ് അവേഴ്സ് H, വർക്ക് W അല്ലേ? അപ്പോൾ നമുക്ക് നോക്കൂ, ഇതിനെങ്ങനെ എഴുതാം? M1 into H1 into W1 equal to M2 into H2 into W2 അല്ലേ? M1 എന്താ തന്നിരിക്കുന്നത് നോക്കൂ, 40 into 8 into അവരുടെ വർക്ക് എത്രയാ? 60 equal to M2 എന്താ ഇവിടെ എടുക്കേണ്ടത്? 8 ആണോ? അല്ല, 8 പേര് പോയാൽ ഓൾറെഡി ഉള്ള 40 പേരിന് 8 പേര് പോയാൽ ബാക്കി എത്രയാ? 32 പേര് ഇൻറ്റു H2 എത്രയാ? 12 മണിക്കൂർ. ഈ 32 പേര് 12 മണിക്കൂർ എത്ര മരം വെട്ടും? W2 അത് നമുക്കറിയില്ല, അവർ എത്ര മരം വെട്ടും. ഈ രണ്ട് കൂട്ടരും ചെയ്യുന്ന വർക്ക് സെയിം ആണ്, അതാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. 40 പേര് 8 മണിക്കൂർ കൊണ്ട് 60 മരം വെട്ടുന്നു. അതേ സാധനം 32 പേര് 12 മണിക്കൂർ കൊണ്ട്, അപ്പോൾ എത്ര മരങ്ങളായിരിക്കും വെട്ടുക? ഒരേ ഔട്ട്പുട്ട്. അപ്പോൾ W2ന് ഇതൊന്ന് നമുക്ക് കാണാലോ. ഇതിനെ അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ W2 ഈക്വൽ ടു 40 ഇൻറ്റു 8 ഇൻറ്റു 60 ബൈ 32 ഇൻറ്റു 12 ആണേ. 12 60, 1 8, 4 8 32, 4 പോയി, ഇവിടെ 10. അപ്പൊ എത്ര മരങ്ങളായിരിക്കും വെട്ടുക? 5 × 10 9. This is the answer. 40 × 8 × 60 is equal to 32 × 12 × W2. മനസ്സിലായോ? മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നോക്കൂ, ഈ പ്രോബ്ലം നോക്കൂ. 5 women can prepare 10 dishes in 6 days, working 6 hours a day. Then in how many days can 12 women prepare 16 toys? അല്ല കേട്ടോ, അത് തെറ്റിപ്പോയതാണ്. അവിടെയും ഡിഷസ് തന്നെ വേണ്ട, കാരണം രണ്ട് ഔട്ട്പുട്ട് ആയിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാറിപ്പോയില്ലേ. സെയിം വർക്കല്ലേ ചെയ്യുന്നത്. 16 ടോയ്സ് അല്ല, സോറി, 16 ഡിഷസ് ആണ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റുപറ്റിപ്പോയതാണ്, സോറി. 16 ഡിഷസ് വർക്കിംഗ് 8 hours a day, അതാണ് ചോദ്യം. അതായത് 5 വുമൻ 6 ദിവസം 6 മണിക്കൂർ വെച്ചിട്ട് 10 ഡിഷസ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതേ എഫിഷ്യൻസി ഉള്ള 12 വുമൻ 16 ഡിഷസ് ഉണ്ടാക്കാൻ അവരെത്ര ദിവസം എടുക്കും? അവർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 8 hours ആണ്. അപ്പോൾ അങ്ങനെ 8 hours വെച്ചിട്ട് 12 വുമൻ 16 ഡിഷസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഡേയ്സ് അവരെടുക്കും? അതാണ് ചോദ്യം. അതായത് നമ്മൾ ഇതിൻ്റെ ലോജിക്കൽ സൈഡ് ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് വുമൻ്റെ എന്താണ് നമ്മൾ ശരിക്കും രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സൈഡിലും സെക്കൻഡ് സൈഡിലും ആ വുമൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ ഒരു വുമൺ എടുക്കുന്ന എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ് അവരുടെ എഫിഷ്യൻസി. ഒരേ എഫിഷ്യൻസി ഉള്ള പേഴ്സൺസിനെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ E1 ഉം E2 ഇതിൽ സെയിം ആണ് എന്നർത്ഥം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതിലൊക്കെ അതാണ് വന്നത്. നമുക്ക് അവിടെ എഫിഷ്യൻസി എന്നുള്ളൊരു ടേം അവർ തന്നിട്ടില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ അവിടെ ഇക്വേറ്റ് ചെയ്തത് E1 E2 സെയിം ആവുന്ന കേസിൽ എന്താണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും ഇതിൻ്റെ ലോജിക്കൽ സൈഡ് അത് തന്നെയാണ്. ഒരു ലോജിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ എഫിഷ്യൻസി ഉള്ള കുറച്ച് പേര് കുറച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരെടുക്കുന്ന ദിവസങ്ങൾ, അപ്പം ഇവിടെ ആൾ കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദിവസം കുറയും. ഇവരെടുക്കുന്ന ടൈം, രണ്ടാമത്തെ കേസിൽ ഒരേ വുമൺ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം അവരെടുക്കുകയാണെങ്കിലും അവരെടുക്കുന്ന ദിവസം കുറയും. അതേപോലെ തന്നെ ഫസ്റ്റ് അവരെടുക്കുന്ന വർക്കിനേക്കാൾ കൂടുതലാണ്
രണ്ടാമത്തെ കേസിൽ അവർ ഉണ്ടാക്കുന്ന വർക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു വയസ്സിൽ നോക്കുകയാണെങ്കിൽ അവരെടുക്കുന്ന ദിവസം സ്വാഭാവികമായിട്ടും കൂടെ വേണ്ട. കാരണം വർക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ കൂടുതൽ ടൈം വേണം, കൂടുതൽ ദിവസം വേണം. പക്ഷേ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ അതിൻ്റെ ഡിജിറ്റ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ അവിടെ 5 വുമണേ ഉള്ളൂ, ഇവിടെ 12 വുമൺ ഉണ്ട്. ഇരട്ടിയിലധികം ആൾക്കാരുണ്ട്. അതായത് എഫിഷ്യൻസി എന്ന് വെച്ചാൽ അവർ കൂടുതൽ എഫേർട്ടായിട്ട് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പം അവർ 10 ഡിഷസ് ആണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, ഇവിടെ 16 എണ്ണം വേണം. എങ്കിൽ കൂടെ അത് വലിയ ഡിഫറൻസ് വരുന്നില്ലല്ലോ. അവിടെ അവർ 6 days ആണ്, ഇവിടെ എത്ര ദിവസം വരുന്നതാണ് ചോദ്യം. അവിടെ 6 hours, ഇവിടെ 8 hours അവർ ഒരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് 6 days-നേക്കാൾ കുറവായിരിക്കണം. അപ്പം അതിന് താഴെയുള്ള ഓപ്ഷൻ അതിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ. അത് ഓക്കെ, അത് ലോജിക്കൽ ആസ്പെക്ട്സ്. ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കൂ. ഫസ്റ്റ് കേസിലെ നമ്പർ ഓഫ് പേഴ്സൺ M1 തന്നിട്ടുണ്ട്. അവർ ചെയ്യുന്ന വർക്ക് W1 തന്നിട്ടുണ്ട്. അവരുടെ എത്ര ദിവസം എടുത്തിട്ടാണ്. D1 തന്നിട്ടുണ്ട്. അവരുടെ എത്ര മണിക്കൂർ എടുത്തിട്ടാണ്. H1 തന്നിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ നമ്പർ ഓഫ് പേഴ്സൺസ് M2, നമ്പർ ഓഫ് വർക്ക് അവർ ചെയ്യുന്ന വർക്ക് W2, നമ്പർ ഓഫ് അവേഴ്സ് അവരെടുക്കുന്ന മണിക്കൂറുകൾ H2 തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് D2. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ടേംസ് M, D, H, W ഓരോ ടീമിൻ്റെ. നമുക്ക് ഇക്വേഷൻ എഴുതാം. M1 D1 H1 by W1 equal to M2 D2 H2 by W2. ഇനി M1ന്റെ വാല്യൂ എത്രയാ? 5 into D6 into H1 6 by W1 10 equal to M2 12 into D2 നമുക്കറിയില്ല, D2 ആണ് കാണേണ്ടത്. D2 into H2 എത്രയാ? 8 by 16 W2. നമുക്ക് ചെയ്യാം. 5ഉം 10ഉം കട്ട് ചെയ്ത് പോയി, 8ഉം 16ഉം കട്ട് ചെയ്ത് പോയി, 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി, 12ഉം 6ഉം കട്ട് ചെയ്ത് പോയി. അവിടെ 6ൽ ഒരു തവണ, ഇവിടെ 12ൽ 2 തവണ. ഇനി 2ൽ 2ഉം 6ഉം കട്ട് ചെയ്ത് പോയി, ഇവിടെ 2 ഒരു തവണ, ഇവിടെ 3 തവണ. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒന്നും വെട്ടിപ്പോവാനില്ല. ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? D2 equal to 3. അതായത് 3 ദിവസം മതി അവർക്ക്. മനസ്സിലായോ? നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി. കാരണം ഏകദേശം 5 വുമൺ 12 വുമൺ ആയിട്ട് മാറുമ്പോഴത്തേനും നമുക്കറിയാം ഡേയ്സ് അതിനനുസരിച്ച് എന്തായാലും കുറവ്, അവിടെ വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് 3 days ആണ്. അപ്പൊ എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഈ രണ്ട് ഐഡിയയും ഉണ്ടായാൽ തന്നെ, ഈ 2 ഐഡിയയും മതി. കാരണം ഈ 2 ഐഡിയ മീൻസ് നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ് വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ടൈം. ആ എഫിഷ്യൻസിനെയും ടൈമിനെയൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഇത്രയും ടേംസും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഇത്രയും ടേംസും കൂടെ വരുന്ന പ്രോബ്ലംസിൽ നമ്മൾ ഈ ടേംസ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ ഇക്വേഷനിൽ നമ്മൾ ഈ ടേംസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടേംസിന്റെ വാല്യൂസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം മറ്റേ കേസിൽ ഡേയ്സ് വരുന്ന കേസാണ്. ആദ്യം നമ്മൾ പറഞ്ഞ ടാബുലർ കോളൊക്കെ വരച്ച് ചെയ്യുന്നത്. ഇത്ര ഓരോ പേഴ്സൻ്റെയും അല്ലെങ്കിൽ ഡേയ്സ് മാത്രം അല്ലെങ്കിൽ അവേഴ്സ് മാത്രം, ഒന്നുകിൽ ഡേയ്സ് അല്ലെങ്കിൽ അവേഴ്സ്, അങ്ങനെ ടൈമിൽ ഏതെങ്കിലും ഒരു ടേം മാത്രം തരുന്ന കേസിൽ നമുക്ക് ഈസി ആയിട്ട് ടാബുലർ കോളം വരച്ച് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ്റെ ആവശ്യമില്ല. ഇക്വേഷൻ വെച്ചും ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ആ ടാബുലർ കോളാണ് കുറച്ചുകൂടെ അത് ഈസി. പിന്നെ കുറച്ചുകൂടെ ടേംസ് വരുന്ന കേസിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് ഒന്നാണ്, വർക്കും ടൈമും എഫിഷ്യൻസിയും തമ്മിലുള്ള ബന്ധമാണ്. ഈ ബന്ധം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ പോകുന്നേ ഉള്ളൂ. നോക്കാം അതെങ്ങനെയാണെന്നുള്ള. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് ബോറടിക്കില്ലേ. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. അതായത് ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യണം. ഒന്നുമില്ല കേട്ടോ, ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെ വരുന്നുള്ളൂ.
പക്ഷെ അതിൻ്റെ കൺസെപ്റ്റിൽ ഒരു ചെറിയൊരു വ്യത്യാസമില്ല, നമ്മൾ അതിൽ ലോജിക്കൽ ആസ്പെക്റ്റും കൂടെ അതിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ടുള്ളൊരു യുദ്ധം അടുത്ത വീഡിയോയിലാവട്ടെ. ഇപ്പം എനർജി ഇല്ല. ഇപ്പം എല്ലാവർക്കും മടുത്ത് കാണും, ബോറടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തോ? ഇനി അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ബോറടിച്ചോ. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.